ഈ ക്വസ്റ്റ്യൻ നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ എക്സ് പ്ലസ് 1 ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, 3x മൈനസ് 5 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 5. ഇത് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 5 ആണ് കേട്ടോ. ദിസ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 5 ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻ കെ. ഇതാണ് ക്വസ്റ്റ്യൻ. ഫൈൻ കെ. ഇതെങ്ങനെ ചെയ്യും? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇത് 5 കണ്ടിന്യൂസ് ആയതുകൊണ്ട് 5 ലെഫ്റ്റ് ലിമിറ്റും 5 റൈറ്റ് ലിമിറ്റും സെയിം ആയിരിക്കണമല്ലോ അല്ലേ? അപ്പോൾ ഞാൻ ചെയ്യാൻ പോവാണ്. ഇത് 5 കണ്ടിന്യൂസ് ആണ്. അപ്പോൾ 5 ലെഫ്റ്റ് ലിമിറ്റും 5 റൈറ്റ് ലിമിറ്റും സെയിം ആയിരിക്കണം. ഇപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 5 മൈനസ് എഫ് ഓഫ് എക്സ് കാണാൻ പോവാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 5 മൈനസ് എഫ് ഓഫ് എക്സ് ഞാൻ ഏതാ എഴുതണ്ടേ? 5 മൈനസ് എന്ന് പറയുമ്പോൾ സ്ലൈറ്റ്ലി ലെസ് ദാൻ 5 ആണ്. സ്ലൈറ്റ്ലി ലെസ് ദാൻ 5 എന്ന് പറയുമ്പോൾ ആദ്യത്തെ കണ്ടീഷനാണ് ശരിയാവുന്നത് അല്ലേ? അപ്പോൾ കെ എക്സ് പ്ലസ് 1 ആണ് വരുന്നത്. കെ എക്സ് പ്ലസ് 1 വന്നു. നമ്മൾ ഇനി നേരെ എക്സിന് 5 ഇട്ട് കൊടുക്കുന്നു. എക്സിന് 5 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 5k പ്ലസ് 1 എന്ന് കിട്ടും. 5k പ്ലസ് 1. ഇതാണ് നമ്മൾ ലെഫ്റ്റ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 5. ഇനി നമ്മൾ റൈറ്റ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 5 കാണാൻ പോവാണ്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 5 പ്ലസ് എഫ് ഓഫ് എക്സ് കാണാൻ പോവാണ്. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 5 പ്ലസ് എഫ് ഓഫ് എക്സ് ഞാൻ ഏതാ എഴുതണ്ടേ? 5 പ്ലസ് എന്ന് പറയുമ്പോൾ സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ 5 ആ. സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ 5 എന്ന് പറയുമ്പോൾ സെക്കൻഡ് കണ്ടീഷനാണ് ശരിയാവുന്നത്. ഇപ്പോൾ എഫ് ഓഫ് എക്സ് 3x മൈനസ് 5 വേണം എഴുതാൻ. ഇനി നമ്മൾ എന്ത് ചെയ്യും? എക്സിന് നേരെ 5 ഇട്ട് കൊടുക്കും അല്ലേ? ഇപ്പോൾ 3 × 5 കറക്റ്റ് അല്ലേ? എക്സിന് 5 കൊടുക്കുമ്പോൾ 3 × 5 മൈനസ് 5 എന്ന് വരും. അതായത് 15 മൈനസ് 5 അല്ലേ? 15 മൈനസ് 5 എന്ന് പറഞ്ഞാൽ 10 കിട്ടും. ശരിയല്ലേ? ഇനി ഇത്രയും ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി നമ്മൾ 5 കണ്ടിന്യൂസ് ആയതുകൊണ്ട് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും സെയിം ആയിരിക്കണമല്ലോ അല്ലേ? അപ്പോൾ 5k പ്ലസ് 1 ഈസ് ഈക്വൽ ടു 10 ആയിരിക്കണം. അറേഞ്ച് ചെയ്യുമ്പോൾ 5k ഈസ് ഈക്വൽ ടു 9 വരും. ഓർ k ഈക്വൽ ടു 9/5 എന്ന് കിട്ടും. മനസ്സിലായല്ലോ ഈ ക്വസ്റ്റ്യൻ?